അങ്ങനെയാണോ മനസ്സിലായത്? അല്ല അല്ല എങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞത് പ്രൊഡ്യൂസർ അസോസിയേഷനൊപ്പം തന്നെയാണ് 100% ഞാൻ പറയുന്നു. ആന്റണി ചേട്ടൻ്റെ ഒരു വികാരം രേഖപ്പെടുത്തി, ഫേസ്ബുക്കിൽ കൂടെ ഒരു വികാരം രേഖപ്പെടുത്തി. ഇപ്പോൾ ഏത് അല്ല, അങ്ങനെ ഒരു വികാരം അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഇതിലൂടെ രേഖപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ശരിക്കും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് ആദ്യം നമുക്കുള്ളിൽ, സംഘടനയ്ക്കുള്ളിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എത്രയോ ഇപ്പൊ ഷാലു പെയ്യാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ ഇവർ എടുത്തു കളഞ്ഞില്ല. ഞാൻ പറയുന്നത് എല്ലാവരും, ഞാൻ ഒരു സെക്കൻഡ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ അല്ല, ഒരു സെക്കൻഡ്, അപ്പോഴും ഞാൻ എന്താ പറയുന്നത്, ഞാൻ സംഘടനയ്ക്ക് ഒപ്പാന്ന് പറയും. എന്റെ അല്ല, ഒരു മിനിറ്റ്, വ്യക്തിപരമായ അഭിപ്രായത്തിന് എന്താണ് കുഴപ്പം? വ്യക്തിപരമായ ഉള്ള അഭിപ്രായത്തിന് ഒരു സെക്കൻഡ്, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത് ആന്റണി പെരുമ്പാവൂർ സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ജൂൺ 1 തീയതി മുതൽ അല്ലെ ജൂൺ മാസം ഒരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 100% ആന്റണി പെരുമ്പാവൂർ അതിനൊപ്പം തന്നെയാണ്, സംഘടനയ്ക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ എന്നേക്കാളും വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് 100%. അതിൻ്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല. എന്താണ്? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു എന്താ പറയുക, ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം 10-40 പിള്ളേരുണ്ട്. എല്ലാവരും ഫസ്റ്റ് റാങ്കും 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും വെച്ചിട്ടല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചിലർക്ക് ഓരോരോ രീതിയിലായിരിക്കുമല്ലോ മനസ്സിലാവുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പം ഞങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചത് ഒരു കാര്യമുള്ളൂ, ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് സംഘടനയുടെ തീരുമാനം ഒറ്റ കാര്യമുള്ളൂ. അതിൻ്റെ അകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. ആന്റണി പെരുമ്പാവൂർ ഈ പരസ്യമായി പ്രതികരിച്ചത് ശരിയല്ല, താങ്കളൊക്കെ പറഞ്ഞു. അതിപ്പോ സംസാരിക്കുന്നത് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേരെയും എത്തി ഒരു മേശയ്ക്ക് ഇപ്പുറം ഇരുത്തിയിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നീക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി? ഈ രണ്ടുപേരെയും ഇരുത്തി ചർച്ച ചെയ്യാനോ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു കമന്റ് വന്നത് ശരിയായില്ല എന്നുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന്? ഇപ്പോൾ ആന്റണി ചേട്ടനെ സംബന്ധിച്ച്, ആന്റണി ചേട്ടൻ ഇപ്പോൾ എന്നോടോ അല്ലെ സംഘടനയോടോ ചോദിച്ചിട്ടല്ലോ ഫേസ്ബുക്കിലൊരു സംഭവം ഇവന് ഇട്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നത്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംസാരത്തിൽ തീരാവുന്ന കാര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു വികാരം, ഒരു സംഭവം, ഒരു റിസ്ക് എടുത്തിട്ടിരിക്കുന്ന ഒരാളിൽ എപ്പോഴും ഒരു ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു ചിന്താഗതി ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരാളുടെ ചിന്താഗതിക്ക് സമമല്ല. അതുകൊണ്ടിട്ടാണ് ആ ആളുടെ ഒരു എന്താണ് അല്ല അതാണല്ലോ, അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്കിൽ അതാണ് ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈവൻ ഇട്ടപ്പോൾ അത് ശരിയായില്ല എന്നുള്ള അർത്ഥത്തിലാണല്ലോ സംഘടന ഒരു ലെറ്റർ അദ്ദേഹത്തിന് അയച്ചത്. അത് അയച്ചല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന്. പിന്നെ അല്ലല്ലോ, ഒരു സെക്കൻഡ്, അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ആന്റണി ചേട്ടൻ അങ്ങനെ, ഇപ്പം ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ എനിക്കെതിരെ അത് വരണ്ടേ? ഈ സാന്ദ്ര തോമസിന്റെ കാര്യം ഇതിന്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. കാരണം സാന്ദ്ര തോമസിന്റെ കേസ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടിട്ട് അത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടിട്ട് മാത്രമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് ഇത് ചെയ്തത്. കാരണം ഞാനൊരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഒരു അസോസിയേഷൻ്റെ ട്രഷറർ എന്നുള്ള നിലയിലാണ് ഞാൻ പേഴ്സണലി. എന്താണ് വ്യക്തത കുറവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റുമോ? ടോവിനോയുടെ പേരെടുത്ത് പറഞ്ഞു. ഐഡന്റിറ്റി 30 കോടി രൂപ, 3 കോടി എന്ന് പറഞ്ഞു. ഒരു ആക്ടറുടെ പേരെടുത്ത് പറയുമ്പോൾ ഇപ്പൊ ലിസ്റ്റിന്റെ സിനിമ ഒരു ആക്ടറിന്റെ പേരെടുത്ത് ആ ആക്ടറിന് ഒരു വിലയുമില്ലാതെ സമൂഹത്തിലാവുന്നുണ്ട്. ഇല്ല എന്ന് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അതോടൊപ്പം തന്നെ താരങ്ങൾ നിർമ്മാതാവുന്നതിൽ എന്താണ് കുഴപ്പം? ഇവിടെ താരങ്ങൾ പൃഥ്വിരാജ് നിർമ്മാതാവാണ് അല്ലെ, ചാക്കോച്ചൻ ഇപ്പൊ താങ്കളുടെ നിർമ്മാതാവാണ്. അങ്ങനെ 26 കമ്പനി അമ്മയുടെ സംഘടനയുണ്ട്. ഈ താരങ്ങൾ നിർമ്മാതാവായാലും എന്താണ് കുഴപ്പം? ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ആയിക്കോട്ടെ, ആദ്യത്തെ കാര്യം ഞാൻ തന്നെ പറയാം.
ടൊവിനോയുടെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ റിലീസാകുന്ന പടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമകളാണ് റിലീസാവുന്നത്. അതിൽ മേജർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ടൊവിനോയുടെ ഒരു പടമായിരുന്നു റിലീസായത്. അതേ സമയത്ത് രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയും റിലീസായിട്ടുണ്ട്. അപ്പോൾ അല്ല, അപ്പോൾ ആ കൊടുക്കാൻ നേരത്ത് അത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ലിസ്റ്റ് എടുത്തപ്പോൾ ആ ലിസ്റ്റിൽ അതില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് മമ്മൂക്കയുടെ സിനിമ അതിൻ്റെ അകത്ത് ഇല്ലാത്തത്. അല്ല, ഞാൻ പറയാം, അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ കളക്ഷൻ കിട്ടിയിട്ടല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. തിയേറ്ററിൽ റൺ ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് ഒരു ജാതകം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, പൊന്മാനം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ സുരേഷ് ചേട്ടൻ ആ പറഞ്ഞ ലിസ്റ്റിൽ മേജർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടൊവിനോ തോമസ് അഭിനയിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പടമാണ്. അതുകൊണ്ടിട്ടാണ് അതിൻ്റെ കാര്യം ഇപ്പം ഇവൻ എടുത്തു പറഞ്ഞു മനസ്സിലായോ. ആ സമയത്ത് ആ ജനുവരി മാസത്തിൽ പല ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടായിരുന്നെങ്കിൽ, മേജർ ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ എടുത്തു പറഞ്ഞേനെ. അവിടെ എങ്ങനെ അല്ല അത് അല്ല, ഒരേ ഒരു സെക്കൻഡ്. ഇപ്പോൾ അത് മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ പുള്ളി എടുത്ത് അവതരിപ്പിച്ചത്. മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ എൻ്റെ അഭിപ്രായം അല്ലല്ലോ. ഒരു സെക്കൻഡ്, സംഘടനയുടെ അഭിപ്രായം എന്താണ്, സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം ഞാനിത് രണ്ടും പറയണ്ടേ? അല്ലെങ്കിൽ രണ്ടും ഒന്നാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്, സംഘടനയുടെ ഞാൻ അതാണല്ലോ എംപോസിഷൻ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഘടനയുടെ അഭിപ്രായം ഞാൻ 100% ഉൾക്കൊള്ളുന്നു. എൻ്റെ അഭിപ്രായം മറ്റൊന്നാണെങ്കിലും മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ സംഘടന നിലകൊള്ളുന്നത്.